ഒരു വ്യക്തിയുടെ വേർപാട് അയാളുടെ കുടുംബത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടും. ആധുനിക ലോകത്തിൽ ഇത്തരത്തിൽ അനാഥമാക്കപ്പെട്ട ഒട്ടനവധി കുടുംബങ്ങളുണ്ട്. ഇവരുടെ മോചനമാണ് പ്രവാസ ലോകത്തിൻ്റെ ലക്ഷ്യം. പ്രവാസ ലോകത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീട്ടുജോലിക്കാരിയുടെ വിസയിലെത്തിയ കായംകുളം മുതുകുളം സ്വദേശി കനകമ്മ മാസങ്ങൾ നീണ്ട പീഡനങ്ങൾക്കൊടുവിൽ നാട്ടിലെത്തി. ആദ്യ 4 മാസത്തോളം വിസ നൽകിയ സ്വദേശി പൗരന്റെ വീട്ടിലായിരുന്നു ജോലി. ഇവിടെ വലിയ കുഴപ്പങ്ങളില്ലാതെ മുമ്പോട്ട് പോയെങ്കിലും കനകമ്മയുടെ സമ്മതം കൂടാതെ സ്പോൺസർ 20,000 റിയാൽ കൈപ്പറ്റി മറ്റൊരു സ്വദേശി പൗരനെ വിറ്റതോടെ അവരുടെ ദുർഗതി ആരംഭിക്കുകയായിരുന്നു. 3 മാസത്തോളം നാടുമായി ഒരു തരത്തിലും ബന്ധപ്പെടാൻ കഴിയാതിരുന്ന കനകമ്മ ദിവസ വാടകയ്ക്ക് ജോലിക്ക് പോയ ഒരു വീട്ടിലെ വീട്ടമ്മയുടെ കാരുണ്യം കൊണ്ടാണ് പ്രായമായ തൻ്റെ മാതാവിനെ വിളിക്കുകയും തൻ്റെ ദുരവസ്ഥ അറിയിക്കുകയും ചെയ്തത്. വിവരമറിഞ്ഞ മാതാവ് ബുറൈദയിലെ സാമൂഹ്യ പ്രവർത്തകരായ ഇക്ബാൽ പള്ളിമുക്കിനെ വിവരമറിയിച്ചു. ഇന്ത്യൻ എംബസിയിലെത്തിയ പരാതിയിൽ DCM സിബി ജോർജ്, വെൽഫെയർ വിംഗ് അറ്റാഷെ ചൗഹാൻ എന്നിവർ ചേർന്ന് നടത്തിയ ഇടപെടലാണ് കനകമ്മയുടെ മോചനത്തിന് വഴി തുറന്നത്. കനകമ്മയുടെ വിസ സർവീസ് ചെയ്ത മുംബൈയിലെ ട്രാവൽ ഏജൻസിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി റിക്രൂട്ടിംഗ് അധികാരം ഉൾപ്പെടെയുള്ളവ നിരോധിക്കാൻ അപേക്ഷിച്ച് എംബസി അയച്ച കത്തിൽ വിദേശകാര്യ വകുപ്പ് ഉടൻ നടപടിയെടുക്കുകയും ട്രാവൽ ഏജൻസി പൂട്ടിക്കുകയും ചെയ്തു. ഇതോടെ പ്രതിസന്ധിയിലായ ട്രാവൽ പ്രതിനിധികൾ ദിവസങ്ങളോളം ബുറൈദയിൽ തങ്ങി ഇക്ബാൽ പള്ളിമുക്കിൻ്റെയും സാമൂഹ്യ പ്രവർത്തകരായ അഡ്വക്കേറ്റ് MA സലാം, CP അൻവർ സാദത്ത് എന്നിവരെയും ഉൾപ്പെടുത്തി സ്പോൺസറുമായി വിവിധ ഘട്ടങ്ങളിൽ ചർച്ച നടത്തി. നാട്ടിൽ പോകുന്ന ദിവസം വരെയുള്ള ശമ്പള കുടിശ്ശികയും ടിക്കറ്റും നൽകി കനകമ്മയെ നാട്ടിലയക്കാൻ തീരുമാനമായി. ഇതിനെ തുടർന്ന് ബുറൈദ വിമാനത്താവളത്തിൽ നിന്നും ഷാർജ വഴി കനകമ്മ നാട്ടിലെത്തി. കേരള മുസ്ലിം അസോസിയേഷന്റെയും അൽ അമൽ പോളിക്ലിനിക്കിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി. ക്യാമ്പിനോടനുബന്ധിച്ച് നടന്ന ആരോഗ്യ സെമിനാർ താബൂക്ക് KMCC പ്രസിഡന്റ് ബഷീർ കൂട്ടായി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അരവിന്ദാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ നസീർ അഹമ്മദ്, ഡോക്ടർ ഇസ്മായിൽ കബീർ, ഡോക്ടർ അബൂബക്കർ, ഹനീഫ ചേറൂർ, സുരേഷ് ബാബു കാര്യവട്ടം, ഖാദർ ഇരിട്ടി, ഹംസ മഞ്ചേരി, ഷറഫുദ്ദീൻ തിരുവനന്തപുരം, മുസ്തഫ ക്ലാരി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സക്കീർ മണ്ണാർമല ഖിറാഅത്ത് നടത്തി. അബ്ദുറഹ്മാൻ ദാരിദി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സമദ് ആഞ്ഞിലങ്ങാടി സ്വാഗതവും നാസർ പൊന്മള നന്ദിയും പറഞ്ഞു. വറുതി നാളുകളിൽ വീട്ടുചെലവിനായി വട്ടപ്പലിശക്കാരിൽ നിന്നും കടം വാങ്ങിയ 75,000 രൂപ മടക്കി കൊടുക്കുവാനാണ് സുബ്ബലക്ഷ്മി കടൽ കടന്നത്. ഇടുക്കി ഏലപ്പാറ ബോണാമി എസ്റ്റേറ്റിലെ കുടിലിൽ താമസിക്കുന്ന ചന്ദ്രന്റെ ഭാര്യ സുബ്ബലക്ഷ്മി ഭക്ഷണവും വിശ്രമവുമില്ലാതെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി കഠിന ജോലികൾ ചെയ്യേണ്ടി വന്നു. ഗത്യന്തരമില്ലാതെ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഒളിച്ചു കടന്ന സുബ്ബലക്ഷ്മി റോഡിലെത്തി. എങ്ങോട്ട് പോകണമെന്നറിയാതെ വഴിവക്കിൽ കരഞ്ഞു നിൽക്കുന്ന ഇവരെ അതുവഴി വന്ന ഒരു സ്വദേശി സ്ത്രീ സഹായിക്കാൻ തയ്യാറാവുകയായിരുന്നു. ഇവർ സുബ്ബലക്ഷ്മിയെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. 20 ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞ ഇവർക്ക് ദമാമിലെ നവയുഗം സാംസ്കാരിക വേദി ജീവകാരുണ്യ പ്രവർത്തക സഫിയ അജിത്തിന്റെ ഇടപെടലാണ് ആശ്വാസമായത്. ഏറെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ സുബ്ബലക്ഷ്മിയുടെ പാസ്പോർട്ട് പുതുക്കുന്നതിന് ചെലവായ 500 റിയാലും നാട്ടിലേക്കുള്ള ടിക്കറ്റും നൽകാമെന്ന് എഴുതി നൽകിയ ശേഷമാണ് എക്സിറ്റ് നൽകിയ രേഖകൾ സ്പോൺസർ കൈമാറിയത്. നവയുഗത്തിന്റെ ജുബൈൽ മേഖലാ കമ്മിറ്റി ജീവകാരുണ്യ വിഭാഗം കൺവീനർ VA ബഷീർ സുബ്ബലക്ഷ്മിക്കുള്ള ടിക്കറ്റും പണവും പ്രസിഡന്റ് മുഹമ്മദ് ലിസാൻ, സെക്രട്ടറി TA തങ്ങൾ, സഫിയ അജിത്ത് എന്നിവരുടെ സാന്നിധ്യത്തിൽ കൈമാറി.